എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പച്ചമാങ്ങ വെച്ച് നല്ലൊരു ഒഴിച്ചുകറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞു വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞതായിട്ട് അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തില്ല അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ഞാൻ ഇതുപോലെ നടുകെ കീറി എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് നല്ലതായിട്ട് വെന്ത് കിട്ടിയിരിക്കും. അവിടെ നിന്ന് മാങ്ങ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം. ഞാനിപ്പം ഒരു 1.5 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ജീരകം, അത്രയും ചേർത്ത് ഞാൻ നല്ല പോലെ പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തതാണ്. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ അവിടെ വെന്തിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം മാങ്ങ വെന്തോ എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നില്ലേ. നമ്മളിൻ്റെ ഈ മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മാങ്ങ വെന്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഈ സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ച് കഴിയുമ്പോൾ തന്നെ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ മാങ്ങ വേവിച്ചിരുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ തേങ്ങ അരച്ചിരുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് ബാലൻസ് ഉള്ള തേങ്ങ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കിങ്ങനെ ആ വെള്ളത്തിൽ തന്നെ കലക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ജസ്റ്റ് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനോട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അധികം അങ്ങ് തിളയ്ക്കേണ്ട. തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങ ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോകും. അതുകൊണ്ട് അധികം തിളയ്ക്കേണ്ട. ജസ്റ്റ് നിങ്ങൾക്കൊരു പരുവുണ്ടല്ലോ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അതല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കറി കുറേ നന്നായിട്ട് വെള്ളമായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒന്നൊന്ന് ചൂടാക്കി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അടി ചേർത്ത് വേണേ ഇത് ഇളക്കാൻ വേണ്ടി. കാരണം മൺചട്ടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തേങ്ങ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ ഇതിനകത്തേക്ക് ഉപ്പൊന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി മാങ്ങ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തേങ്ങ അരച്ചിട്ട് വെള്ളം കൂടെ ചേർത്തുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം ഇച്ചിരി കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഉപ്പിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് വരുന്നേ. നന്നായിട്ട് എന്താ പറയുക, തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ചാറ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്നുകൂടെ ആവി കയറ്റി എടുക്കാം. ഇതാ ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ ഉലുവാപ്പൊടിയോടെ ചേർത്ത് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ കറിക്ക് നമ്മൾ മോരൊക്കെ കാച്ചുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു ടേസ്റ്റാണ്. നല്ലൊരു പുളിയും തൈരിൻ്റെ ആ പുളിയൊക്കെയാണ്. നമ്മൾ തൈര് ഒട്ടും തന്നെ എന്തെങ്കിലും ചേർത്തിട്ടില്ല, പക്ഷേ എന്നാലും പച്ചമാങ്ങയുടെ പുളി ഉണ്ടല്ലോ, ശരിക്കും തൈരിൻ്റെ ആ ഒരു രുചിയാണ് വരുന്നത്, മോരുകറിയുടെ രുചി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയുടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മുടെ കടുക് വറുത്തെടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഞാനതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കടുക് വറുത്തിട്ടതിന് ശേഷം എപ്പോഴും ഒരു അടപ്പ് വെച്ച് നിങ്ങളുടെ ആ കറി ഒന്ന് മൂടി വെക്കണം, ഒരു 5 മിനിറ്റ് നേരമെങ്കിലും. എന്നാലേ ആ കടുക് വറുത്തതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലോട്ട് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച കറിയാണിത്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം. എല്ലാം കൂടി ഒരു 10 മിനിറ്റത്തെ ആവശ്യമേ ഉള്ളൂ.
10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറിന് പറ്റിയ ഒരു ഒഴിച്ചുകറി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പച്ചമാങ്ങയും കുറച്ച് തേങ്ങയുടെയും മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലെ കുഞ്ഞ് ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.